വീട് നന്നായിട്ടുണ്ട് മോനെ. അല്ല, നീ എന്ത് ജോലിയാ ചെയ്യുന്നേ? ഇത്രയും വലിയ വീടൊക്കെ വാങ്ങാൻ? ഈ എക്സ്പോർട്ടില്ലേ, എക്സ്പോർട്ടിന്റെ ബിസിനസ്സാ. ഇവിടെയുള്ള ചില സാധനങ്ങളൊക്കെ ഞങ്ങള് കയറ്റി അയക്കുകയല്ലേ. അതെയോ? കൊള്ളാം മോനെ, നന്നായി വരും. നിന്റെ ഈ കഷ്ടപ്പാടിനൊക്കെ എന്തെങ്കിലും ഒരിക്കൽ ഫലം ഉണ്ടാവും. ജീവിതത്തിൽ ഒരിക്കലും നീ ദുഃഖിക്കരുത്. ആ ഒരു പ്രാർത്ഥനയെ എനിക്കുള്ളൂ. അത് മതിയമ്മേ. കേട്ടില്ലേ അച്ഛാ അമ്മ പറയുന്നൊക്കെ? അച്ഛനുണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഈ അവസ്ഥ വരും. എന്താ നീ പറയുന്നേ? ഒന്നുമില്ലമ്മേ, അമ്മ അകത്തൊക്കെ പോയി. നീ ആരാ റെയിൽവേ സ്റ്റേഷനിൽ അനൗൺസറോ? 3 ഭാഷയിൽ വെച്ച് കീറാൻ. ഏതാടി നീ? നിങ്ങൾ ഏത് ഭാഷക്കാരെന്ന് എനിക്ക് അറിയില്ലല്ലോ, അതുകൊണ്ടാ. ഇപ്പൊ മനസ്സിലായില്ലേ? ഇനി ഞങ്ങളുടെ ഭാഷയിൽ തന്നെ അങ്ങ് പറ. എന്റെ പേര് നന്ദുന. ഞാൻ SRM കോളേജിൽ BSc ഫൈനൽ ഇയറിന് പഠിക്കുകയാണ് ആന്റി. ഒരു 4 റൗഡികൾ എന്റെ പിന്നാലെ വന്നു. എന്തിനാ പിന്നാലെ വന്നത്? അതോ, സൗന്ദര്യമാണ് എന്റെ ശാപം. അതിനിപ്പോ എന്തുണ്ടായി കുട്ടി? എന്നെ കാണാൻ ഒരു സുന്ദരി കുട്ടിയല്ലേ ആന്റി, അതുകൊണ്ട് അവര് പിന്നാലെ വന്നേ. ഇങ്ങനെ തുണിയില്ലാതെ നടന്ന ആണുങ്ങൾ പിന്നാലെ വന്നില്ലെങ്കിൽ അതിശയുള്ളൂ. എന്ത് ചെയ്യാനാ? ചുരിദാറും പാവടയും ബ്ലൗസും ഒക്കെ ഇട്ട വല്ല പട്ടിക്കാട്ടുകാരിയാണെന്ന് പറയും. മോഡേൺ ഡ്രസ് ഇട്ടാലോ പുറകെ മണപ്പിച്ചോണ്ട് വരികയും ചെയ്യും. അല്ല, ഇതാന്റിയുടെ മോനാ? അതെ മോളെ. നിങ്ങൾ ഇവിടുത്തുകാരി തന്നെയാ? ആണെങ്കിൽ എന്താ വേണ്ടേ? അല്ല, ഇതുവരെ എന്റെ പുറകെ നടന്ന് കണ്ടിട്ടില്ല. ഇവിടെ എന്റെ പുറകെ നടക്കാത്തവര് കുറവാണ് ആന്റി. എന്റെ മോനെ അതിനൊന്നും കിട്ടില്ല കൊച്ചേ. വലിയൊരു സൽമാൻ ഖാൻ. ആന്റി, ഓടി ഓടി ഞാൻ വല്ലാതെ ക്ഷീണിച്ചു. കുറച്ച് ബൂസ്റ്റോ ഹോർലിക്സോ എന്തെങ്കിലും കുടിക്കാൻ. നിക്കേ. താങ്ക് യു ആന്റി. വീട് വലിയ കുഴപ്പമില്ല, സ്വന്തമാ. എന്താണിത്? അമ്മ എങ്ങനെ കണ്ട? അമ്മ ഭയങ്കര പേടിയാണല്ലേ? അത്രം പോലും എന്നെ പേടിയില്ല. അതാ ഞാൻ വന്നേ. 4 ദിവസമായിട്ടൊരു കോള് പോലും ചെയ്യാതെ നടക്കുക. ഇനി എന്നും ഞാനിവിടെ കയറി വരും. എന്താടീ കാണിക്കുന്നേ? ഒന്നുമില്ലമ്മേ, ഇതുപോലെ റൗഡികൾ ആരെങ്കിലും അറ്റാക്ക് ചെയ്യാൻ വന്ന സെൽഫ് ഡിഫൻസ് ചെയ്യേണ്ട എങ്ങനെയാന്ന് ഒരു ക്ലാസ് എടുക്കുകയായിരുന്നു. അതുപോലെ മനസ്സിലായോ? ഇനി അതങ്ങ് ഫോളോ ചെയ്താൽ മതി. താങ്ക്സ് ആന്റി. ആന്റി, എന്നൊന്ന് വീട്ടിൽ കൊണ്ടുവിടാൻ പറയോ? ആര്, ഞാനോ? ഒന്ന് കൊണ്ടുവിട്ടേക്കടാ. വാ വാ. ബൈ ആന്റി. താങ്ക് യു. ഇവന്റെ കൂടെ പുറപ്പ് കൂടി ഉണ്ടായിരുന്നെങ്കിൽ എന്ത് സന്തോഷായനെ. എന്താ കഥ? ഞാൻ നിങ്ങളുടെ ഫ്രണ്ടോ? തമാശ പറയാ. ഇതിലെന്താ ഇപ്പൊ ഇത്ര തമാശ? ഫ്രണ്ട്ഷിപ്പിന് പ്രായഭേദമുണ്ടാ? ഇത് പറയാനാ അർജന്റായിട്ട് വരാൻ പറഞ്ഞേ. അല്ലേട്ടോ, പുറത്ത് പറയാൻ പറ്റാത്തൊരു രഹസ്യം പറയാനാ. അപ്പൊ നിങ്ങൾ ബ്രാഹ്മണനല്ലേ? ആ പാദപസ്തിയിലെ ഹോമത്തിന് മന്ത്രം എന്നെ കൊണ്ട് ചൊല്ലിച്ചപ്പോഴേ എനിക്ക് തോന്നിയതാ. എന്തിനാ വെറുതെ എഴുതാപ്പുറം വായിക്കണേ? ഒരു കാര്യം ചോദിക്കട്ടെ? എന്താ? നീ ജീവിതത്തിൽ എപ്പോഴെങ്കിലും പ്രേമിച്ചിട്ടുണ്ടോ? പ്രേമോ? നിക്കോ? പൂജാരിമാർക്ക് പ്രേമം പാടണ്ടോ? എന്താ പൂജാരിമാർക്ക് പാടില്ലാന്നുണ്ടോ? ചരിത്രം എടുത്ത് നോക്കിക്കൊള്ളുക. സലീം അനാർക്കലി, റോമിയോ ജൂലിയറ്റ്, ലൈല മജ്നു, ഇങ്ങനെയുള്ള പേരുകളൊക്കെ അല്ലാതെ പേരിനെങ്കിലും ഒരു പൂജാരിയുടെ പേര് പറയാനാവോ? ചരിത്രങ്ങളൊക്കെ നോവ് ഇവിടെ തിരുത്തി കുറിക്കും. നിന്റെ പ്രേമത്തെ കുറിച്ച് പറയാ. പ്രേമം പ്രേമം പ്രേമം. പ്രേമത്തിൽ വല്ലതും കുടുങ്ങിയോ? എന്താ ഒരു കള്ളച്ചിരി? ഈ നാണം കണ്ട പേടിയാ വരിക. ഗുരുദേവാ, ഈ നാണം അങ്ങടെ അവസാനിപ്പിച്ച് ആ കുട്ടി ആരാണെന്ന് പറയാ. മംഗലശ്ശേരിയിലെ ഗണപതി ശാസ്ത്രികളില്ലേ? ഇല്ലാലോ. അയാള് കഴിഞ്ഞ കുംഭമേളയില് വെള്ളത്തിൽ വീണ് മരിച്ചില്ലേ? അയാളുടെ പീഠകർമ്മത്തിന് പോയപ്പോ മൂത്ത മകൾ ശശികലയെ നോമ്പൊന്ന് കൊടുത്തു. എന്താ ഇത് ഗുരുദേവാ? മന്ത്രോച്ചാരണത്തിനിടയ്ക്കും കണ്ണുകൾ വെറുതെ ഇരുന്നില്ല, കൊടുത്തു വന്ന്. ദൗർഭാഗ്യത്തിന് എന്റെ ഇഷ്ടം അറിയിക്കണതിന് മുമ്പ് അവളുടെ വേടി കഴിഞ്ഞു പോയി. അവൾക്കൊരു അനിയത്തിക്കുട്ടി ഉണ്ടായിരുന്നു, ലക്ഷ്മി എന്ന പേര്. നമുക്ക് ചേരില്ല, അതുകൊണ്ടൊരു കൊശവന്റെ കൂടെ അവളെ വേടി കഴിപ്പിച്ചയച്ചു. അവളുടെ അനിയത്തി ഒരു ചന്ദ്രക്കലയുണ്ടടാ. അവളും കൂടെ പോയാ പിന്നെ അവളുടെ അമ്മ ബാക്കിയുണ്ട്. ആ ഒരു പേടി എനിക്കുണ്ടടാ. അതുകൊണ്ട് 1 വർഷം മുമ്പ് അമ്മയും മോളെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നു. ശരി, ചന്ദ്രകലയെ ഞാൻ നിനക്ക് പരിചയപ്പെടുത്താം. എന്റെ മനസ്സിലുള്ള കാര്യങ്ങള് നീ അവളോടൊന്ന് സംസാരിക്കണം. കുട്ടി ഇങ്ങോട്ട് വിളിക്കാ ഗുരുദേവാ, ഞാനില്ലേ. അത്രയ്ക്ക് അങ്ങോട്ട് വേണ്ട കേട്ടോ. നിന്റെ ഈ ചോരത്തിളപ്പ് കാണുമ്പോ അവളുടെ മനസ്സിലാക്കാൻ സാധ്യതയുണ്ട്, അതുകൊണ്ടാ. വീട് ഭേഷായിരിക്കണോ ഗുരുദേവാ? ഭേഷായിട്ട് നീ പറയുമല്ലോ അല്ലേ? എന്നെ വിശ്വാസം ഇല്ലേ ഗുരുദേവാ? സൗഖ്യമാണോ? നിങ്ങളുള്ളപ്പോ ഞങ്ങൾക്ക് എന്തിന്റെ കുറവാ ഭട്ടു? ഭട്ടുവാ? അമ്മായി സ്നേഹം കൊണ്ട് വിളിക്കണതാ. വരിക. ഇതാരാ? എന്റെ അനന്തരവനാ, ശിഷ്യനും കൂടിയാ. നമസ്കാരം. നമസ്കാരം നമസ്കാരം. വെയില് തലഞ്ഞു വന്നതല്ലേ, ഞാൻ കുടിക്കാൻ സംഭാരം. ആയിക്കോട്ടെ. ഗുരുദേവാ, എന്താ ഈ സാധനങ്ങളൊക്കെ? നോം തന്നെ വാങ്ങി കൊടുത്തതാ. ശരിക്ക് പറഞ്ഞാ ഗുരുദേവൻ അങ്ങോട്ട് വഹിച്ചൂല്ലേ? ഈ വേളി കഴിഞ്ഞ് കിട്ടിയ എല്ലാം എന്റേതാവൂലടോ.
ഈയിടെയായിട്ട് ഇത്തിരി തിരക്ക് കൂടുതലാണെന്ന് തോന്നുന്നു. ഇങ്ങോട്ടൊന്നും കാണാറില്ല. പിന്നെ 6 മണിക്ക് ജോഗിങ്, 7 മണിക്ക് ജിമ്മ്, 8 മണിക്ക് യോഗ. എന്റെ ഗുരുദേവൻ 6 പാക്ക് ആവാനുള്ള ശ്രമത്തിലാ. ഹൈ, അതൊക്കെ ഇവിടെ പറയണോ? അങ്ങൊന്ന് വെറുതെ ഇരിക്കുക. ഇത്രയും കാലം അങ്ങ് ബ്രഹ്മചാരിയായിരുന്നു എങ്ങനെയാണെന്ന് എനിക്ക് തന്നെ ആശ്ചര്യമായിരിക്കുന്നു. മനസ്സിന് ഇഷ്ടപ്പെട്ട ഒരു വേളിക്ക് വേണ്ടി തിരച്ചിലായിരുന്നു അല്ലേ അമ്മായി? അതെ അതെ, കാത്തിരുന്ന് വാർത്തക്കയായി. ഏയ്, അങ്ങനെയൊന്നുമില്ല. ഗുരുദേവൻ ഇപ്പോഴും യവനല്ലേ? അറിയോ, കഴിഞ്ഞ ആഴ്ച ഒരു പേടി നടത്തിക്കൊണ്ടിരിക്കുമ്പോഴേ വേളിപ്പെണ്ണി എന്നെ ഗുരുദേവനോട് പൊളിച്ചോടാൻ തയ്യാറായി. അങ്ങോട്ട് പറഞ്ഞു കൊടുക്ക ഗുരുദേവ. ഇതൊക്കെ എന്താ ഇത്ര പറയാൻ? ഇതൊക്കെ പതിവുള്ളതല്ലേ? അമ്മായി കേട്ടിരിക്കും. കേട്ടിട്ടില്ലല്ലോ. എന്നെ ശുണ്ടി പിടിപ്പിക്കരുതാ. അത്രയ്ക്ക് അങ്ങോട്ട് വേണോ? ഇതൊക്കെ ഒരു വിദ്യല്ലേ അമ്മായി? ചന്തു എവിടെ? ഇവിടെ ഉണ്ട്. പൂജ കഴിഞ്ഞ് രാമായണം വായിക്കാൻ ഞാൻ വിളിക്കാം. ചന്തു. എടാ ചാരി, ചന്തുവിനെ കുറിച്ച് ഞാൻ എങ്ങനെയാ വർണ്ണിക്കുക? നല്ല പഞ്ചവർണ്ണ കിളിയെ പോലെ ഉണ്ടാവും. ഗുരുദേവനെ കണ്ടാ നോക്കൂത്തേക്ക് മുൻപിടിപ്പിച്ചോളുണ്ടാവും. മാച്ച് ആവോ? നിന്റെ നാവ് ദേവായിരുന്നു. ശിവനെ, ഈ സ്ത്രീക്ക് വേറെ പണിയൊന്നുമില്ലേ? അമ്മായി, ചന്തു വരണുണ്ട്. ഗുരുദേവ, കുട്ടി നോക്കണില്ലല്ലോ. നാണിച്ചിട്ട. ഇപ്പൊ കണ്ടോളൂ ചന്തു. ഇവളോ? എന്താ പറ്റിയേ? അതല്ല ഗുരുദേവ, അത്യാവശ്യം ഒരു വട്ടം പറയാനായിട്ട് പുറത്തോട്ട് വരിക. എന്താ നിനക്ക് പറയാനുള്ളത്? ഇതൊക്കെ ഞാൻ പറയുന്നുണ്ട്, അങ്ങോട്ട് പുറത്തേക്ക് വരിക. പട്ടതിരി നിൽക്കൂ. ചന്തു, നിന്നോട് പട്ടതിരിന്ന് വിളിക്കരുതെന്ന് പറഞ്ഞിട്ടില്ലേ ഭട്ടു? ശരി ഭട്ടു. ഭട്ടു തന്ന 2-in-1 സെറ്റ് പാടണില്ല. കാലത്ത് സുപ്രഭാതം കേൾക്കാത്തോണ്ട് ഒരു സുഖമില്ല. അതൊന്ന് നന്നാക്കി കൊണ്ടുവരാൻ അയാളെ ഒന്ന് അയക്കോ? അത്രല്ലേ ഉള്ളൂ. അത് ഓർത്ത് വിഷമിക്കണ്ട, ഇവൻ റിപ്പയർ ചെയ്യും. കാണിച്ചു കൊടുക്കുക, ചെല്ലുക. ഗുരുദേവ, നിക്ക് പറയാനുള്ളതും ഒരു 2-in-1 കാര്യമാ. ആദ്യം ചന്തുവിന്റെ 2-in-1 റിപ്പയർ ചെയ്ത് കൊടുക്കുക. പോവുക. ഹായ്, ഹായ്. ദേ കൃഷ്ണ, എന്താ ഈ കുട്ടി കാട്ടണേ? എന്താടാ നീ പറയാൻ പോകുന്നേ? അതേടാ, ദേ വീണ്ടും ഇടാന്ന്. നീ ഭട്ടതിരിയുടെ സ്വിമ്മിംഗ് പൂളിൽ കണ്ട കാര്യം പറയാൻ പോവാ. പിന്നെ പറയാതെ കളർ ടിവിയും VCRഉം 2-in-1 ഒക്കെ ആയിട്ട് എന്റെ ഗുരുദേവനെ ശരിക്കും നക്കിയെടുത്തില്ലേ? പറയാണ്ടിരിക്കാൻ പറ്റില്ല. ആഹാ. ശരി, ചെന്ന് പറ, ഞാനും പറയാം. എന്താ പറയാൻ പോണേ? അതെ, സ്വിമ്മിംഗ് പൂളിൽ വെച്ച് എന്റെ കണ്ണി കണ്ടിടത്തൊക്കെ തൊട്ടത്, എന്റെ ദേഹത്ത് എവിടെയൊക്കെ മറുകുണ്ടെന്ന് കണ്ടുപിടിച്ചത്. വട, നമുക്ക് പോയി പറയാം. ഇതൊക്കെ പറഞ്ഞ എന്റെ ഗുരുദേവന്റെ ഹാർട്ട് അമിട്ട് പൊട്ടണ പോലെ പൊട്ടുവേ. പൊട്ടുവല്ലോ. അപ്പോഴേ നീയും അടയ്ക്കാം, ഞാനും അടയ്ക്കാം. എന്താ അത്? വായ. എന്നാ തുറക്ക എന്ത്? ഡോറേ. എടാ ചാരി, എന്തായി? ഇത് സാധാരണ 2-in-1 അല്ല ഗുരുദേവ, മുന്തിയ ഇനമാണേ. എന്തായാലും സുപ്രഭാതം പാടുമല്ലോ, അത് മതി. ചന്തു, വൈകുന്നേരം റെഡിയായിരിക്കുക. എവിടേക്കാ? വാന്ന് പറഞ്ഞ മനുഷ്യന് സൂര്യൻ തരാതെ കൂട്ടിക്കൊണ്ട് വന്നിരിക്കും. എനിക്ക് പബ് എന്ന് കേട്ടാലേ കലിയ. പബ്ലിക് റൊമാൻസിൽ ഒരു ത്രില്ലൊക്കെ ഉണ്ട് നഴ്സേ. ഒന്ന് മോഡേൺ ആവടാ. എന്തിനാ ഗുരുദേവ എന്നെ ഈ പ്രച്ഛന്ന വേഷം കെട്ടിച്ച്? ഇങ്ങനെ അങ്ങോട്ട് ജീവിച്ചാ മതിയോ? ജീവിതം ഒന്ന് ആസ്വദിക്കണ്ടേ? ഈ പബ്ബ് പൂജ ചെയ്തത് നമ്മളല്ലേ? എന്റെ ഭട്ടു, ഈ ഡ്രസ് എനിക്ക് തീരെ ഇഷ്ടായില്ല. ഇതെന്നല്ല, നിനക്ക് തുണിയെ ഇഷ്ടല്ലല്ലോ. എന്റെ ഗുരുദേവ, എനിക്ക് താറെടുക്കാഞ്ഞിട്ട് ഒരു സുഖമില്ല. ഹൈ, ഇവനൊരുത്തൻ. ഇത് ഈ പബ്ബിലെ ഡ്രസ് കോഡാടാ, ധരിച്ചേ പറ്റൂ. വരിക. എന്ത് കോടോ എത്തോ? സർ, ക്യാബ് സർ. എന്തിനാ? പബ്ബിന്റെ പ്രൊമോഷന് വേണ്ടിട്ടാ, പ്ലീസ്. നീ എന്തിനാ ഇവിടെ ഇരുന്നേ? ഇരിക്കാൻ പാടില്ലേ? ബിയർ വാങ്ങിട്ട് വരിക. മദ്യപിക്കേ? മോനെ ചാരി, നിനക്ക് ശാസ്ത്രത്തിലുള്ള അറിവ് പുരാണത്തിൽ പോരാട്ടോ. ദേവകൾ എന്താ കുടിക്കുക? സുരപാനം. ദേവകൾ കുടിക്കുമ്പോൾ സുരപാനം, നമ്മൾ കുടിക്കുമ്പോൾ ബിയർ. പോയി വാങ്ങിട്ട് വരിക. എന്തായാലും ചെല്ലുക. എല്ലാം ഫലത്തിൽ ഒന്ന് തന്നെയാ. എടോ ബാർബോയ്, ഒരു ബിയർ ഇങ്ങനെ തരിക. ഇപ്പോഴല്ലേടോ താൻ ഒരു ബോട്ടിൽ അടിച്ചത്? എന്താ കഥ? ഞാനോ ബിയറോ? ആര് കുടിച്ചൂന്നാ? ഇപ്പൊ കുടിച്ചല്ലേ ഉള്ളൂ. എടോ കൊരങ്ങ, എന്തൊക്കെയാ താനീ പൊലമ്പടേ? ഇങ്ങനൊരു സ്ഥലത്തേക്ക് ഞാൻ വരുന്നേനെ ആദ്യമായിട്ടാടോ. എന്താ കുട്ടി കാണിക്കണേ? അസ്ഥാനത്ത് കയറി തോണ്ടേ? ആരാ നീ? ഇതെന്താ ഇങ്ങനെ സംസാരിക്കുന്ന? എന്റെ സംസാരം ഇങ്ങനെയാ. ഡോ ചുമ്പ, ആ ബിയർ ഇങ്ങനെ തരിക. ഇവക്കും കൊടുക്കാം മദ്യം. ഇത് വലിയ ശല്യമായല്ലോ. ഡാ. ഡാ, 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 അവിടെ നിൽക്കുക. എന്താടാ നീ ആരുടെ മുണ്ട വെക്കാൻ അങ്ങോട്ട് പോണേ? വായിലടാ നിനക്ക് കോശവൻ. ഇത് പിടിക്കുക, അവിടെ എങ്ങനെ പോയി ഇരിക്കുക. എവിടേക്കാ? നിന്നോട് പറയണോ? എന്താ ദേഷ്യ? അല്ല, സ്നേഹ. സോറി പറയാനുള്ള വരവാന്നാ തോന്നുന്നേ. ഇഡിയറ്റ്. ഒരു ബിയറും കൊടുത്താ. എടോ, ഇത് ബിയറാ, പച്ചവെള്ളം അല്ല. വലിച്ചങ്ങ് കേറ്റരുത്. ഇപ്പൊ ഒരെണ്ണം തന്നല്ലേ ഉള്ളൂ, പിന്നെയും വന്നിരിക്കുന്നു. ഇതെല്ലാം എങ്ങോട്ടേ പോണേ? അതോ, അതവിടെ ഇരുന്ന് കിളവൻ വാങ്ങിച്ചു കുടിച്ചു. മോന്തയ്ക്കൊന്ന് കൊടുത്താലോ എന്ന് വിചാരിച്ചാ പ്രായത്തോർത്ത് വിട്ടു. അതേതായാലും നന്നായി. നീ ബിയർ ഇട്.
കുടിച്ചോളിയാ ഗുരുദേവ നിങ്ങളുടെ ബിയറ്. ഒരെണ്ണം കുടിക്കട്ടടാ, കുടിച്ചു കഴിയട്ടെ. ഇതെന്താ ഏറ്റവും ഇതാരാ നിന്റെ അങ്കിളാ? നിനക്ക് സന്തോഷായില്ലേ? ഹീസ് മൈ ഫ്രണ്ട്. ഓ ഐ എം സോറി. കണ്ടാ നിന്റെ അങ്കിളാണെന്നേ പറയൂ. ആ കുട്ടിക്ക് നല്ല ഫലിത ബോധമുണ്ട് ഗുരുദേവ. അവൾക്ക് ഒന്ന് പറഞ്ഞു കൊടുക്കുക. എന്താ കുട്ടിയെ എന്താ നിരീച്ചിരിക്കണേ? കാണാനൊരു വൃദ്ധ ബ്രാഹ്മണനാണെങ്കിലും മനസ്സിപ്പോഴും ചെറുപ്പാണേ. നിത്യേന പാല് സേവിക്കണത് അസ്ലീ പവറാ. ഓ ഐ എം സോറി അങ്കിൾ. ചന്തു ബൈ. ദരിദ്രവാസി പുറത്തേക്ക് പോവാ. എന്റെ കാര്യം ഞാൻ ഗുരുദേവ സ്വർഗത്തിലെ കട്ടറും പാവാതിരിക്ക. എന്താ നോക്കണേ? തോണ്ടണോ നിനക്ക്? ഇന്നെ പ്രശ്നം ഡീസൻസിയോ? ഇവിടെ ആർക്കാതുള്ളത്? കണ്ടില്ലേ തുണി ഉരിഞ്ഞ് ആടുന്നത്? നിക്കിവിടം ശരിയാവില്ല. ഇവൻ ഇങ്ങോട്ട് കൊണ്ടുവന്ന് എന്നെ വേണം പറയാൻ. സ്റ്റുപ്പിഡ് ഫെലോ. എന്ത് സ്ട്രക്ചറാളിയാ. എവിടെയായിരുന്നു ഇതുവരെ? നിനക്ക് ഇഷ്ടമില്ലാത്ത സ്ഥലത്തേക്ക് കൊണ്ടുവന്ന് വെച്ച് ഇങ്ങനെ എന്നെ ടോർച്ചർ ചെയ്യണോ? എന്റെ മൂഡ് കംപ്ലീറ്റ് കളഞ്ഞു. അതിന് നീ കൂട്ടിക്കൊണ്ടുവന്ന സ്ഥലം ഇതല്ലേ? ചന്തു ഡാൻസ് ചെയ്താലോ? ഡാൻസോ? ഡാൻസ് എനിക്ക് അറിയില്ല ഭട്ടു. എനിക്ക് എന്താ ഡാൻസ് അറിഞ്ഞിട്ടാ? അങ്ങോട്ട് ചെല്ലുക, കളിക്കുക, വരിക വരിക. ഭട്ടു ഇയാൾ എന്നെ മനഃപൂർവ്വം ഇടിക്കുക. എന്താ എന്താ ശല്യം ചെയ്യണേ? ചന്തു ഇനി അധികം എവിടെ നിക്കണ്ട. എന്താ ഒന്നും പറയാത്ത ഭട്ടു? എന്ത് പറയാനാ ചന്തു? കിട്ടാനുള്ളത് കിട്ടിയില്ലേ? വരൂ പോവാം. അങ്ങോട്ട് മാറി നിൽക്കുക. നന്ദു നീ വീട്ടിലേക്ക് വയ്ക്കോ. എന്താ പറയുന്ന കേക്ക് പ്ലീസ്. കാര്യം എന്താന്ന് പറ. പോകാനല്ലേ പറഞ്ഞത്? ഇവിടെ ഇത് സാധാരണ നടക്കാറുള്ളതാ. നീ വിഷമിക്കണ്ട കേട്ടോ. ഞാൻ കൂടെ വന്നതുകൊണ്ടല്ലേ ഭട്ടുവിന് അടി കിട്ടിയത്? നീ ഉള്ളതുകൊണ്ട് അവന്മാരെ രക്ഷപ്പെട്ടെ. ഇല്ലേച്ചാ കാണായിരുന്നു കളി. യവന്മാരെന്റെ പുക കണ്ടേ അടങ്ങൂ. അങ്ങനെ അങ്ങ് പോയാലോ മച്ചു? ഇവളെ ഒന്ന് വീട്ടിൽ കൊണ്ടാക്കിയിട്ട് വരാം, എന്നിട്ടാവാ സംസാരം. അത് വേണ്ട, ഇപ്പൊ തന്നെ ആയിക്കോട്ടെ. ഇപ്പോഴോ? എന്നാ വരിക. വാടാ. എന്തിനാടാ ശല്യപ്പെടുത്തണേ? ഞങ്ങളെ ശല്യത്തിനൊന്നുമില്ല. ആ പെണ്ണിനെ വിട്ടേക്ക്. ഓ എന്റെ ശിവനെ. നിങ്ങളൊക്കെ ചെറുപ്പല്ലേ, ആരോഗ്യമില്ലേ? വേറെ ഏതിനെങ്കിലും വളച്ചൂടെ? ഞാൻ വളരെ കഷ്ടപ്പെട്ട് വളച്ചതാ. കയ്യിൽ നിന്ന് കുറെ കാശ് പോയി. ഗുരുദേവ ഇങ്ങരുത് എവിടെ പോയി തൊലഞ്ഞു? ഗുരുദേവ 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 അയ്യോ എവിടെ പോയോ എന്തോ. എന്തിനാ തടയണേ? ബില്ലിനാണോ? ഞങ്ങൾ ഇവിടെ വന്ന് പൂജ ചെയ്തുകൊണ്ട് ഫ്രീ ആണെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ വന്ന് ബില്ല് ചോദിക്കേ? എവിടെയാ നിങ്ങളുടെ ഓണർ? വിളിക്കാൻ ഇങ്ങട്. നിക്ക് രണ്ട് വാക്ക് സംസാരിക്കാനുണ്ടേ. വിളിക്കണോ? നിങ്ങൾ പൊക്കോളൂ. എങ്ങോട്ടാ പോണ്ടേ? പാട്ടിന് ഞാൻ പോയതാ. ഈ രണ്ട് മർക്കടന്മാരും കൂടെ എന്റെ വഴി തടഞ്ഞു. അഭിമാനത്തിന് വില പറഞ്ഞു കേട്ടോ. നിങ്ങൾ ഇവരെ രണ്ട് അസഭ്യം പറയാതെ ഞാൻ ഇവിടുന്ന് പോവില്ല. സോറി പറയടാ. ബ്രാഹ്മണ ശാപ ഏൽക്കാൻ നോക്ക. ഹൈ ഇവറ്റേക്കൊന്നും വേറെ ഒരു പണിയില്ലേ?
ഇത് എവിടെയായിരുന്നു ഗുരുദേവ? കൺമുൻ ഇന്നലെ അപ്രത്യക്ഷമായത്. അതിന് നീ എന്തിനാ ദേഷ്യപ്പെടുന്നത്? ദേഷ്യപ്പെടാതെ പിന്നെ എന്താ ചെയ്യാ? നിക്ക് വന്ന ദേഷ്യത്തിന് നരസിംഹ അവതാരം എടുത്ത് വലിച്ചു. എനിക്കൊന്നും പറ്റിയില്ലല്ലോ ആചാരി. കൈയെടുത്തങ്ങോട്ട് മാറ്റുക. നിനക്കറിയാലോ ഞാൻ എത്ര അടിപൊളി ഉണ്ടാക്കിയിട്ടുണ്ടെന്ന്. സ്ത്രീകളുടെ മുന്നിൽ ചെയ്യാറുണ്ടോ? സ്ത്രീകൾ കൂടെ ഉള്ളപ്പോ സംയമനം പാലിക്കണം. ഇങ്ങോട്ട് വരിക. പട്ടു ചന്തു അവര് വീണ്ടും വന്നാലോ? നോം ഇവിടുന്ന് അങ്ങോട്ട് മാറി നിൽക്കാം. എടാ ചാരി, നീ ചന്തുവിനെ വീട്ടിൽ കൊണ്ടാക്കുക. ഞാനോ? ഒറ്റയ്ക്കോ? താൻ തന്നെ ഒറ്റയ്ക്ക് വരിക. ഇങ്ങനെ മിണ്ടാതെ വണ്ടി ഓടിക്കാതെ എന്തേലും ഒന്ന് പറഞ്ഞൂടെ? എനിക്ക് മന്ത്രം ചൊല്ലാനല്ലോ മറ്റൊന്നും അറിയില്ല. ആ മന്ത്രമെങ്കിലും ചൊല്ലി എന്നെ ഒന്ന് പ്രീതിപ്പെടുത്ത്. പ്രീതിപ്പെടുത്താൻ നീ ആരാ? ദേവിയോ? ദേവി തന്നെ.